ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ കളിക്കാൻ പോയിട്ട് ഇനിയും വന്നിട്ടില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ മുറ്റത്ത് തന്നെ കരിവേപ്പിൻ്റെ ഇല നിറച്ചു ആയിട്ടുണ്ട്. പഴയ ഇലയെല്ലാം കൊഴിഞ്ഞിട്ട് പുതിയ ഇല പിടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചമ്മന്തി അരയ്ക്കാൻ തോന്നി. അങ്ങനെ രാത്രിയിലേക്ക് ചമ്മന്തി അരയ്ക്കാം നമുക്ക്. നല്ല പാങ്ങിലിതാ കരിവേപ്പിൻ്റെ ഇല നല്ല തളർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ പഴയ ഇല എല്ലാം കൊഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ഇല വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആ കമ്പനിയിൽ കരിവേപ്പിൻ്റെ ചമ്മന്തി അരയ്ക്കാം. അങ്ങനെ കുറച്ച് ചമ്മന്തിക്ക് ലേശം കരിവേപ്പിൻ്റെ ഇല പറിക്കാം. കുറച്ച് അധികം വേണം കരിവേപ്പിൻ്റെ ഇല. ചമ്മന്തിക്കാവുമ്പോൾ കുറച്ച് ജാസ്തി വേണം അല്ലേ. അപ്പോൾ കുറച്ച് താഴേന്നേ കിട്ടും, മേലൊന്നും കയറേണ്ട ആവശ്യമില്ല. ചെറിയ ചെടി ഇത്. നമുക്ക് ലേശം നുള്ളി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കരിവേപ്പിൻ്റെ ഇല കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത്ര കരിവേപ്പിൻ്റെ ഇല മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിനെല്ലാം എന്തൊക്കെയുള്ളത്, എന്തെല്ലാം സാധനം നമുക്ക് എടുക്കാനുള്ളതെന്ന് നോക്കാം. ഇതിവിടെ കാന്താരി ഉണ്ട്, എല്ലാം പഴുത്തിട്ടുണ്ട്. അത് പറിക്കാം നമുക്ക്. ഇപ്പോൾ ഇത്ര കാന്താരി മുളക് കിട്ടി, എല്ലാം പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവിന് ഇത് മതി. ഇതാ ഇത്ര കാന്താരി മുളക് കിട്ടി. നമ്മളിപ്പോൾ ചമ്മന്തി അരയ്ക്കണമെന്ന് പറഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് കറണ്ടും പോയി. കറണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയെല്ലാം ചിരകി വയ്ക്കാം. കുറച്ച് തേങ്ങ ചിരകി വയ്ക്കാം. പിന്നെ ഈ കരിവേപ്പിൻ്റെ ഇലനെല്ലാം നമുക്കൊന്ന് കഴുകിയിട്ട് ആ തേങ്ങയെല്ലാം വെച്ചിട്ടുണ്ടല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ചമ്മന്തിക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങ, കരിവേപ്പിൻ്റെ ഇല, കാന്താരി മുളക്, കുറച്ച് ഉള്ളി, ചെറിയ പീസ് ഉള്ളി, പിന്നെ ഉപ്പ്, പിന്നെ വെളുത്തുള്ളി 2 അല്ലി, പിന്നെ കുറച്ച് പുളി, പിന്നെ അതെ ഇത്ര എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല പാങ്ങിൽ വെള്ളം കുറച്ച് കൂട്ടിയിട്ട് അരച്ചെടുക്കണം. ഇതെങ്കിൽ വെള്ളം ജാസ്തി ആയാലും വെള്ളം പോലെ ആയി പോവല്ലേ. അപ്പോൾ ഈ ചമ്മന്തി എത്ര നല്ലത് പറഞ്ഞാൽ നമ്മളിപ്പോൾ കറി ഇതിനിപ്പോൾ നമുക്ക് ജാറിലിട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്, തേങ്ങ ഇതെല്ലാം. അപ്പോൾ കാന്താരി മുളകിൻ്റെ തണ്ട് ഇട്ടിട്ടുണ്ട്. തണ്ട് ഇട്ടാൽ നല്ലത് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അങ്ങനെ തണ്ടെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കറണ്ട് വന്ന് ഇതെല്ലാം റെഡി ആയപാട് കറണ്ടും വന്ന്